എക്ക് ബിയേക്കാൾ ഇരട്ടി വേഗത്തിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഇരുവരും ചേർന്ന് ഒരു ജോലി 14 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. ബി തനിയെ എത്ര ദിവസം കൊണ്ടാണ് ഈ ജോലി ചെയ്യുക? നമുക്ക് ഒരു ജോലിയുണ്ട്, ആ ജോലി എ എത്ര ദിവസം കൊണ്ടാണ് ചെയ്യണമെന്ന് നമുക്കറിയും. ബി എത്ര ദിവസം കൊണ്ടാണ് ചെയ്യണത് എന്നും അറിയും എന്ന് സങ്കല്പിക്കുക. ഒരു ജോലിയുണ്ട്, ആ നിശ്ചിത ജോലി എക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം, ബിക്ക് ചെയ്യാൻ, എ തനിയെ ചെയ്യാൻ എത്ര ദിവസം വേണം നമുക്കറിയാം, ബി തനിയെ ചെയ്യാൻ എത്ര ദിവസം വേണം നമുക്കറിയാം. നമുക്ക് എയും ബിയും കൂടി ചേർന്ന് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം എന്ന് കാണണം എന്നിരിക്കട്ടെ. അതിനുള്ള സൂത്രവാക്യമാണ് എന്താണ്? എ ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി എന്നാണ് ഫോർമുല. എ ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി. ഇനി നമുക്ക് ഈ കണക്കിൻ്റെ കാര്യം ആലോചിക്കാം. എയും ബിയും ആണ്. എന്താ ഇതിൽ പറയണത്? എക്ക് ബിയേക്കാൾ ഇരട്ടി വേഗത്തിൽ ജോലി ചെയ്യാൻ കഴിയും. എക്ക് ബിയേക്കാൾ ഇരട്ടി വേഗത്തിൽ ജോലി ചെയ്യാൻ കഴിയും. അപ്പോൾ ബി എടുക്കുന്ന ദിവസം നമുക്ക് എക്സ് ദിവസമാണ് വിചാരിക്കുക. ബി എക്സ് ദിവസം എടുക്കുന്ന വിചാരിക്കുക. എയുടെ പ്രത്യേകം എന്താ? ബിയേക്കാൾ ഇരട്ടി വേഗത്തിൽ ജോലി ചെയ്യും. ബിയേക്കാൾ ഇരട്ടി വേഗത്തിൽ ജോലി ചെയ്യും. അപ്പോൾ എന്താ? പകുതി ദിവസം മതി എക്ക് ജോലി ചെയ്യാൻ. കാരണം ഇരട്ടി വേഗത്തിൽ ചെയ്യണം എ, അപ്പോൾ അതിൻ്റെ പകുതി ദിവസം മതി. അപ്പോൾ എ എത്ര ദിവസം എടുക്കും? x/2 ദിവസങ്ങൾ മതി. ഇനി നമുക്കിതിൽ വില കൊടുക്കുക. എ ഇൻറ്റു ബി, എയും ബി കൊടുക്കുന്ന ദിവസങ്ങൾ എത്ര? എ എത്രയേ? x/2 ഇൻറ്റു ബി എത്രയേ? എക്സ് ബൈ എയും ബിയും കൂട്ടുക. എന്തൊക്കെയാണ്? x/2 പ്ലസ് എക്സ് അല്ലേ? ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? x²/2 വരും. x²/2 ഇത് കൂട്ടുമ്പോഴോ അര എക്സും ഒരെക്സും കൂട്ടിയ 1.5x, അര എക്സ് ഒരെക്സ് കൂട്ടിയ 1.5x, 1.5 പറഞ്ഞാൽ 3/2x അല്ലേ? 3/2x. നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇത് ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അംശം അതുപോലെ എഴുതുക. എന്താണ്? x²/2 ഇൻറ്റു ഇതിനെ നമുക്ക് തിരിച്ചിടണം. 3/2x പറഞ്ഞാൽ 3x/2 ആണിത്. 3x/2 തിരിച്ചിടുമ്പോൾ എന്ത് വരും? 2/3x വരും. നമുക്കിതിൽ രണ്ടും വെട്ടിപ്പോയിട്ട് ഒരു എക്സ്, ഇവിടെ എക്സ് ഇൻറ്റു എക്സ് ആണ്, ഇവിടെ എക്സ് ഉണ്ട്, ഒരു എക്സും വെട്ടിപ്പോയിട്ട് മുകളിൽ എന്ത് വരും? അംശത്തിലൊരു എക്സ് വരും, ഛേദത്തിലോ ഒരു 3 വരും. ഇതെന്താ? എയും ബിയും കൂടി ചേർന്ന് ചെയ്യാൻ എത്ര ദിവസം വേണം? എയും ബിയും കൂടി ചേർന്ന് ചെയ്യാൻ എത്ര ദിവസം വേണം? അത് നമുക്ക് തന്നിട്ടുണ്ട്. എയും ബിയും കൂടി ജോലി ചെയ്യാൻ എന്ത് ചെയ്യണം? 14 ദിവസമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x/3 = 14. അപ്പോൾ എക്സ് എങ്ങനെ ആയിരിക്കും? 14 × 3/3 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 3, 14 × 3 42. നമുക്ക് എക്സ് കിട്ടി. എക്സ് എന്താ അവിടെ നോക്കൂ? എക്സ് എന്താ നമ്മൾ എടുത്തിരുന്നത്? ബി തനിയെ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? ബി തനിയെ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? നമുക്ക് എന്താ കാണേണ്ടത്? ബി തനിയെ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യുക? ഉത്തരം 42 ദിവസം. വീട്ടിൽ നിന്ന് രാമു 3 കിലോമീറ്റർ /മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകി. 4 കിലോമീറ്റർ /മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ സ്കൂളിൽ 15 മിനിറ്റ് നേരത്തെ എത്തി. വീടും സ്കൂളും തമ്മിലുള്ള അകലം കാണുക. രാമു വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോവാണ്. ആദ്യം 3 കിലോമീറ്റർ /മണിക്കൂർ വേഗത്തിൽ പോയി. 3 കിലോമീറ്റർ /മണിക്കൂർ വേഗത്തിൽ. ഈ വേഗത്തിൽ പോയപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലെത്താൻ എന്ത് സംഭവിച്ചു? 25 മിനിറ്റ് ലേറ്റായി. അപ്പോൾ ഈ വേഗത്തിൽ എത്ര? മണിക്കൂറിൽ 3 കിലോമീറ്റർ വേഗത്തിൽ പോയപ്പോൾ സ്കൂളിലെത്താൻ 25 മിനിറ്റ് ലേറ്റായി, 25 മിനിറ്റ് വൈകി. അപ്പോൾ സ്കൂളിൽ വൈകി എത്താൻ പാടില്ല, സമയത്തെത്തണല്ലോ. അപ്പോൾ രാമു എന്ത് ചെയ്തു? കുറച്ച് സ്പീഡ് കൂട്ടി. എന്ത് ചെയ്തു? 4 കിലോമീറ്റർ വേഗത്തിൽ. അപ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്തു? 4 കിലോമീറ്റർ /മണിക്കൂർ വേഗത്തിൽ പോയി നോക്കി. അപ്പോൾ സ്കൂളിൽ നേരത്തെ എത്തി, 15 മിനിറ്റ് നേരത്തെ എത്തി, 15 മിനിറ്റ് ഏർലി അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ 3 കിലോമീറ്റർ /മണിക്കൂർ വേഗത്തിൽ പോയപ്പോൾ 25 മിനിറ്റ് വൈകിപ്പോയി. എന്നാൽ വേഗത കൂട്ടി 4 ആക്കിയപ്പോഴോ 15 മിനിറ്റ് നേരത്തെ എത്തി, കൃത്യസമയത്തല്ല എത്തിയത്. അപ്പോൾ ഒരു സ്പീഡിൽ പോയപ്പോൾ വൈകി എത്തി, മറ്റു സ്പീഡിൽ പോയപ്പോൾ നേരത്തെ എത്തി. നമ്മളെന്താ കാണേണ്ടത്? ഇതൊന്നല്ല കാണേണ്ടത്. നമ്മൾ വീടും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, ഇത് തമ്മിലുള്ള ദൂരം കാണണം. ഇങ്ങനൊരു കണക്ക് വന്നാൽ നമുക്ക് ചെയ്യാനൊരു സൂത്രവാക്യം ഉപയോഗിക്കാം. അതായത് S1 × S2 S1 - S2 × T. അതായത് ഇത് 2 സ്പീഡ്, ഒരു സ്പീഡ്, രണ്ടാമത്തെ സ്പീഡ്, പിന്നെ ടി പറഞ്ഞ സമയത്തിൻ്റെ ഇടവേള, ടൈം ഇൻ്റർവെൽ. നമുക്ക് വില കൊടുക്കുക. 2 സ്പീഡുകൾ ഏതൊക്കെയാണ്? 3ഉം 4ഉം അല്ലേ? അപ്പോൾ S1 × S2 3 × 4 S1 - S2. നമ്മൾ 3 - 4 ഇടരുത്. S1 - S2 ആണെങ്കിലും 3 - 4 ഇടരുത്. കാരണം നമ്മളെന്താ കാണുമ്പോൾ അകലമാണ് കാണുന്നത്. അകലം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് ഇവിടെ എന്താ S1 - S2 എടുത്താലും 3, 4 കുറച്ചാലും മതി. 3, 4 കുറച്ചാൽ നെഗറ്റീവ് എന്ന് വരും. പക്ഷേ നെഗറ്റീവ് ചിഹ്നം നമ്മൾ ഒഴിവാക്കണം. നെഗറ്റീവ് ചിഹ്നം എടുക്കരുത്. അല്ലെങ്കിൽ 4 ൽ നിന്ന് 3 കുറയ്ക്കുക.
4 - 3 ഇൻറ്റു സമയം എന്ന് പറഞ്ഞാൽ എന്താ അറിയൂ, ഈ സമയം കൊണ്ട് കൂട്ടുക, 25ഉം 15ഉം കൂട്ടുക. 25ഉം 15ഉം കൂട്ടുമ്പോൾ 40 വരും. 25ഉം 15ഉം കൂട്ടുമ്പോൾ 40 മിനിറ്റാണ് കേട്ടോ. ഇത് മിനിറ്റാണ്. 25 മിനിറ്റ് 15 മിനിറ്റ്, അപ്പോൾ 40 മിനിറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, ഇതൊക്കെ എല്ലാം കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് വേഗത. കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റും ഇതിൻ്റെ യൂണിറ്റും വ്യത്യാസം വരും. അപ്പോൾ ഒരേ യൂണിറ്റ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മണിക്കൂറാക്കണം. മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കുക? 60 കൊണ്ട് ഹരിക്കുക. മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഹരിക്കുക. 40/60 നമുക്ക് 20 കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ 2/3 എന്ന് വരും. ആ വില കൊടുക്കുക 2/3. ഈ 3 × 4 എത്ര വരും? 12 എന്നിട്ടാൽ മതി. 4 3 കുറച്ച് 1 ആണല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടാ 4 3 കുറച്ച് 1. അപ്പോൾ 3 × 4 12 × 2/3. നമുക്ക് ഈ 3 12 പഠിച്ചെടുക്കുമ്പോൾ 4 വരും. 4 × 2 8. ദൂരല്ലേ ഇത്? 8 കിലോമീറ്ററാണ് രാമുവിൻ്റെ വീടും സ്കൂളും തമ്മിലുള്ള അകലം. ഒരു വശം 4 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ വികർണം ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. ഈ വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണുക. ഇവിടെ നമുക്ക് 2 ആകൃതികൾ തന്നിട്ടുണ്ട്. ഒന്ന് സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ, 2 വൃത്തം അതായത് സർക്കിൾ. അപ്പോൾ സമചതുരം, സ്ക്വയർ, വൃത്തം, സർക്കിൾ. നമുക്ക് ഇതിൻ്റെ ഏകദേശ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇതാണ് സമചതുരം. സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ. സമചതുരം പേരിലെ 4 വശങ്ങളും തുല്യമാണ്. സമചതുരം പറഞ്ഞാൽ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. പിന്നെ ഈ കോണോട് കോൺ കൂട്ടി വരയ്ക്കുന്നതിന് നമ്മൾ വികരണം പറയുക. കോണോട് കോൺ കൂട്ടി വരയ്ക്കുന്നതാണ് വികരണം അല്ലെങ്കിൽ ഡയഗണൽ. ഈ സമചതുരത്തിൻ്റെ വശവും വികരണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫോർമുല ഉണ്ട്. സമചതുരത്തിൻ്റെ വശവും വികരണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫോർമുല ഡയഗണൽ, അതായത് വികരണം. വികരണം കാണാൻ വശത്തെ √2 കൊണ്ട് ഗുണിച്ചാൽ മതി. വശത്തെ √2 കൊണ്ട്, വശം നമുക്ക് എ എന്ന് വിചാരിച്ചോളൂ, അതിനെ √2 കൊണ്ട് ഗുണിക്കുക. ഇതാണ് സൂത്രവാക്യം. ഇത് സമചതുരത്തിൻ്റെ സൂത്രവാക്യമാണ്. സമചതുരത്തിൻ്റെ ഡി എന്താ? വികരണം, ഡയഗണൽ സമം എ സൈഡ്. അപ്പോൾ വികരണം കാണാൻ വശത്തെ √2 കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്കത് കണ്ടെഴുതാമല്ലോ അല്ലേ. വശം അറിയാലോ, എത്രയാണ്? 4 അല്ലേ. അപ്പോൾ 4 × √2 4 √2 സെൻറ്റിമീറ്റർ. നമുക്ക് എന്ത് കിട്ടി? സമചതുരത്തിൻ്റെ വികരണം കിട്ടി. ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഈ സമചതുരത്തിൻ്റെ വികരണം വൃത്തത്തിൻ്റെ വ്യാസമാണ്. ഈ സമചതുരത്തിൻ്റെ വികരണമാണത്, പക്ഷേ അത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. നമുക്ക് എന്ത് കിട്ടിയപ്പോൾ? വൃത്തത്തിൻ്റെ വ്യാസം കിട്ടി. വൃത്തം പറഞ്ഞാൽ സർക്കിളാണ് വൃത്തം. ഇതിന് എന്താ വ്യാസം എന്ന് പറഞ്ഞാൽ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് കേന്ദ്രത്തിൽ കൂടെ മറ്റൊരു ബിന്ദുവിലേക്ക് വരയ്ക്കുക. വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്ന് കേന്ദ്രത്തിൽ കൂടെ, സെൻറ്ററിൽ കൂടെ മറ്റൊരു ബിന്ദുവിലേക്ക് വരയ്ക്കണേനാണ് നമ്മൾ വ്യാസം പറയുക. ആരം എന്ന് പറഞ്ഞാലോ കേന്ദ്രം മുതൽക്ക് ഒരു അറ്റം വരെയുള്ള ദൂരം. കേന്ദ്രം മുതൽക്ക് വൃത്തത്തിലത്തെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള അകലം. ഈ വ്യാസവും ആരവും തമ്മിലുള്ള ബന്ധം എന്താ? വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം, ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ വികരണം കിട്ടി. പക്ഷേ ചോദ്യത്തിൽ പറഞ്ഞിട്ട് ഇതിൻ്റെ വികരണം ഇതിൻ്റെ എന്താണ്? വ്യാസമാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാസം കിട്ടി. വ്യാസം ഡയമീറ്റർ. അപ്പോൾ വൃത്തത്തിൻ്റെ ഡയമീറ്റർ കിട്ടി. എത്രയാണ്? ഇതാണ്. എന്ത്? 4 √2 സെൻറ്റിമീറ്റർ. എന്താ കാണേണ്ടത്? വൃത്തത്തിൻ്റെ ചുറ്റളവാണ്. വൃത്തത്തിൻ്റെ സർക്കംഫറൻസ്, സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ ഫോർമുല എന്താ? വൃത്തത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കിളിൻ്റെ സർക്കംഫറൻസ് π × d ആണ് ഫോർമുല. π × d. അപ്പോൾ നമുക്ക് π × d പറഞ്ഞാൽ എന്താ? ഡയമീറ്റർ, വ്യാസം. അത് നമുക്ക് കിട്ടി. എത്ര? 4 √2 ഗുണിക്കുമ്പോൾ എന്ത് വരും? 4 √2 π സെൻറ്റിമീറ്ററാണ് ഉത്തരം. എയുടെ 30% സമം ബിയുടെ 20% ആയാൽ a + b = b - a എത്ര? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എയുടെ 30%വും ബിയുടെ 20%വും തുല്യം. എയുടെ 30%വും ബിയുടെ 20%വും തുല്യം. അപ്പോൾ എയുടെ 30% പറഞ്ഞാൽ a × 30/100. എയുടെ 30% a × 30/100 സമം ബിയുടെ 20% b × 20/100. നമുക്കിതൊരു സമവാക്യമാണ്. സമവാക്യത്തിൽ ഇരുവശത്തും ഒരുപോലെ വരുന്നത് വെട്ടിക്കളയാം. നമുക്ക് 100 വെട്ടിക്കളഞ്ഞാൽ ബാക്കി 30a സമം ഇവിടെ എന്ത് വരും? 20b. ഇത് നമുക്ക് a/b കാണാം. a/b ഇവിടെ a ഉണ്ട്. ഈ × b ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ a എന്ന് എഴുതുക. a ഇവിടെ ഉണ്ട്. ഈ × b ഇങ്ങോട്ട് എടുത്തു. a/b സമം ഇവിടെ എന്താ? b ഇങ്ങോട്ട് വന്നാൽ ബാക്കി എന്താണുള്ളത്? b ഇങ്ങോട്ട് വന്നാൽ പിന്നെ 20 ഉള്ളത്. 20 ഈ എയുടെ കൂടെ × 30 ഉണ്ട്. എയുടെ കൂടെ × 30 അത് നമ്മൾ വലത്തോട്ട് എടുക്കുമ്പോൾ /30 എന്ന് വരും. 20/30 എന്ന് പറയുമ്പോൾ നമുക്ക് 10 കൊണ്ട് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ 0 വെട്ടിക്കളഞ്ഞാൽ 2/3 എന്ന് വരും. അപ്പോൾ a/b 2/3. അപ്പോൾ a നമുക്ക് എന്തെടുക്കാം? a/b 2/3 ആണെങ്കിൽ a എന്നത് നമുക്ക് 2k എന്നും b എന്നത് 3k എന്നെടുക്കാം. അതായത് അംശത്തെയും ഛേദത്തെയും ഒരു സ്ഥിരസംഖ്യ കൊണ്ട് നമുക്ക് ഗുണിക്കാം. അപ്പോൾ a/b 2/3 ആണെങ്കിൽ a നമുക്ക് 2k എടുക്കാം, b നമുക്ക് 3k എടുക്കാം. നമ്മൾ അങ്ങനെ വില എടുത്ത് നോക്കൂ.
എ എത്രയാണ് 2K അല്ലേ, എ 2K, ബി എന്താ 3K. അപ്പോൾ എ ബൈ ബി ചെയ്ത് നോക്കൂ, കെയും കെ വെട്ടി പോയിട്ട് എ ബൈ ബി 2/3. അപ്പോൾ നമ്മൾ കണക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ 2K എന്നും ബി 3K എന്നും കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് കൊടുക്കുക എ പ്ലസ് ബി അല്ലേ, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂട്ടുക, എയും ബിയും കൂട്ടുക. 2K 3K കൂട്ടി എന്ത് വരും? 2K 3K കൂട്ടിയ 5K ഈസ് ടു ബി മൈനസ് എ, ബിന്ന് എ കുറയ്ക്കുക, ബിന്ന് എ കുറയ്ക്കുക, 3Kന്ന് 2K കുറയ്ക്കുക, 3Kന്ന് 2K കുറച്ചാൽ 1K എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? 5K ഈസ് ടു 1K. നമുക്ക് വീണ്ടും ഈ കെയും കെയും വെട്ടിക്കളഞ്ഞാൽ ഉത്തരം എന്താ ബാക്കി ഇവിടെയുള്ളത്? 5 ഈസ് ടു 1. 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തെ പലിശ കാണുക. പലിശയാണ് കാണേണ്ടത്. പലിശ എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരം പലിശ ഉണ്ട്, സാധാരണ പലിശ, കൂട്ടുപലിശ. പലിശ 2 തരം, സാധാരണ പലിശ, കൂട്ടുപലിശ. ഇവിടെ സാധാരണ പലിശയാണ് കാണേണ്ടത്. സാധാരണ പലിശ എന്നാൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ്. സാധാരണ പലിശ കാണുന്ന സൂത്രവാക്യം I സമം P ഇൻറ്റു N ഇൻറ്റു R. I സമം P ഇൻറ്റു N ഇൻറ്റു R. I ഇൻട്രസ്റ്റ് പലിശ, P പ്രിൻസിപ്പൽ നിക്ഷേപിക്കുന്ന തുക, N വർഷങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക്. അപ്പോൾ നമുക്ക് I ആണ് കാണേണ്ടത്. പലിശ എത്രയെന്ന് കാണണം, സമം വില കൊടുക്കുക, എത്രയും നിക്ഷേപ തുക, പ്രിൻസിപ്പൽ എത്രയാണ്? 6000 രൂപ. 6000 ഇൻറ്റു N വർഷങ്ങളുടെ എണ്ണമാണ്. ഇവിടെ വർഷമില്ല, 10 മാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാസത്തെ വർഷമാക്കിയിട്ട് വേണം, മാറ്റിയിട്ട് വേണം ഇതിൽ വില കൊടുക്കാൻ. കാരണം സൂത്രവാക്യത്തിൽ N പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ മാസത്തെ നമ്മൾ വർഷമാക്കണം. എങ്ങനെ മാസത്തെ വർഷമാക്കുക? മാസത്തെ വർഷമാക്കാൻ 12 കൊണ്ട് ഹരിക്കണം. മാസത്തെ വർഷമാക്കാൻ 12 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 10 മാസം പറയുമ്പോൾ 10/12 ഇൻറ്റു R പലിശ നിരക്ക് എത്രയാണ്? 6%. 6/100. നമുക്കിതിൽ ഈ 2 പൂജ്യവും 100 വെട്ടിക്കളയാം. ബാക്കി 6ഉം 12ഉം 26 12 എന്ന് വെട്ടിക്കളയാം. ഇനി മുകളിൽ എന്താ ഉള്ളത്? ഈ 2ഉം 60 കൂടി വെട്ടിച്ചെടുക്കാൻ നമുക്ക് ഇവിടെ എന്ത് വരും? 30 എന്ന് വരും. അപ്പോൾ ഇവിടെ ആകെ 30ഉം ഇവിടെ ഒരു 10ഉം. 30 × 10 300 രൂപയാണ് സാധാരണ പലിശ.